Good morning, my beautiful. Unlock your day with my tarot. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നമുക്ക് അൺലോക്ക് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കേണ്ടത്? What's the message for the day? Let's unlock courage. Alright. So നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ചെയ്യാനും പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഓർ കറേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, പല സിറ്റുവേഷൻ ഫേസ് ചെയ്യാനും, അത് ചില ആളുകൾക്ക് നിങ്ങളുടെ ചില സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിച്ചു നോക്കാനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ഒരു ഹോപ്പും ഇല്ല എന്നുണ്ടെങ്കിലും ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരാനും ചില ഡിസിഷൻസ് എടുക്കാനും ആൻഡ് അവിടെ അത് നിങ്ങൾ തീരുമാനം എടുക്കുക, നിങ്ങൾ അതിലേക്ക് വരിക, നിങ്ങളുടെ ആക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല, നിങ്ങളത് ബ്യൂട്ടിഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എന്താണോ നിങ്ങൾ ശ്രമിക്കുന്നത് അവിടെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. സോ ഈ ദിവസം മുഴുവൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഒരു ധൈര്യമാണ്. ഓക്കെ, സോ ധൈര്യത്തോട് കൂടിയിട്ട് നിങ്ങൾ ഇതുവരെ മേ ബി ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കണക്ട് ചെയ്യാത്ത ചില ഒരു കറേജ്ഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിരിക്കാം. ധൈര്യത്തോട് കൂടിയിട്ട് ഇറ്റ്സ് ലൈക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് എടുക്കേണ്ട തീരുമാനങ്ങൾ ഒട്ടും ചിന്തിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നല്ല ഡിസിഷൻസ് എടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് അൺലോക്ക് യുവർ ഡേ. വാട്ട്സ് ഹിഡൻ? ഗുഡ്. ചില ആളുകൾക്ക് ഒരു ധൈര്യം ഉണ്ടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ടുള്ള നിങ്ങളുടെ ആക്ഷൻസിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ അത് ഹീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അത് റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഗിൽറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണോ ഈ സമയം നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഫുൾ ആക്കുന്നത് അത് ഡീൽ ചെയ്യാനുള്ള, അത് സോൾവ് ചെയ്യാനുള്ള ഒരു കറേജ് നിങ്ങളായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുപോലെ ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഓക്കെ ലൈക്ക് നമ്മളൊരു തെറ്റ് ചെയ്തു പോയി അല്ലെങ്കിൽ നമുക്കൊരു ഗിൽറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനെ കണ്ടിന്യൂ ചെയ്തു പോകണമെന്നില്ല, അല്ലെ? സോ നമ്മളത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് തിരുത്താനുള്ളൊരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ഇന്ന് നിങ്ങളുടെ ആ ഒരു ദിവസമാണ് ചില കാര്യങ്ങൾ തിരുത്താൻ, ചില കാര്യങ്ങൾ തിരുത്തി എഴുതാൻ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ക്ഷമിക്കാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഒരുപാട് ഗിൽറ്റ് ആക്കിയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതാണ് നിങ്ങൾക്ക് പതിവില്ലാത്തൊരു ധൈര്യം ഇന്നത്തെ ദിവസം ഉണ്ടാവുന്നത്. സോ പലതും നിങ്ങൾക്ക് ചില കാര്യത്തിലേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ഇന്നത്തെ ദിവസം നിങ്ങൾ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ഹാർമണിയാണ്. ഓക്കെ, ഐക്യം ഉണ്ടാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ലവ് ലൈഫിൽ വരുന്ന സമയത്ത്, ഈവൻ നിങ്ങളുടെ തോട്ട്സിലാണെന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളും നിങ്ങളുടെ ഒരു പേഴ്സണുമായിട്ട് റൈറ്റ് ആയിട്ടുള്ള ഒരു ടെലിപ്പതിക് ബോണ്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കാം. ഹെൽത്തി ആയിട്ടുള്ള മെമ്മറീസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗിൽറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഹീൽ ആവുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അതിലൊരു ഐക്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അത് ഈവൻ നിങ്ങളുടെ മെന്റൽ സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾ ചില ആളുകളായിട്ട് സംസാരിക്കണം, കാണണം എന്നൊന്നുമില്ല. നിങ്ങളുടെ തോട്ട്സിൽ അങ്ങനത്തെ ഒരു ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ തോട്ട്സിൽ, നിങ്ങളുടെ മൈൻഡില്, നിങ്ങളുടെ ഇമോഷൻസിൽ ആ ഒരു ഐക്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരു ഫ്രീക്വൻസി റൈറ്റ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറും ചിന്തിക്കുന്ന സിറ്റുവേഷൻ, മനസ്സിലാക്കുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ രണ്ട് ആളുകൾ ഒരേ രീതിയിൽ അലൈൻഡ് ആയിട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, അത് ഈവൻ നിങ്ങളുടെ പല ലൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കത് ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ, നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ ഒരു ടീം വർക്ക് പോലെ രണ്ടാളുകൾ, എസ്പെഷ്യലി രണ്ടാളുകൾ ഒരേ മൈൻഡോട് കൂടി, ഒരേ ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് ചില കാര്യത്തിലേക്ക് വരുന്നുണ്ട്. ഒരേ രീതിയിൽ ടെലിപ്പത്തിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരേ തോട്ട്സ് ഉണ്ടാവുന്നുണ്ട്, ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ ഓർ നിങ്ങൾ എന്താണോ പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നത്, എക്സാക്ട്ലി ലൈക്ക് ദിസ് നിങ്ങൾക്ക് സ്ട്രെസ് തരുന്നത്, അത് ഇന്ന് ഇല്ല.
ഓക്കെ, നിങ്ങൾ ക്ലിയർ ആണ് ആ ഒരു സിറ്റുവേഷൻ. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരിക്കണം. അതിനൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾക്ക് എന്താണ് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ, അത് ഇന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, കാരണം ഇന്ന് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട് വേറെ ചില കാര്യത്തിൽ, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ട്രെസ് ഇല്ലാണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ വളരെ എൻഗേജ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് തരുന്നത്. പക്ഷേ ചില ആളുകളായിട്ടുള്ള ഐക്യം, ചില ആളുകളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന്. ഓക്കെ, അത് ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, സോ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് ചില ആളുകൾക്ക് ഗിഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്നേഹമായിരിക്കാം. ഓക്കെ, ഇന്ന് കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ദിവസമാണ്. ഓക്കെ, നല്ല എനർജി ആണെന്നുണ്ടെങ്കിലും, നല്ല പോസിറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിലും, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഡെഫിനറ്റ്ലി ഫൈനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല ഇന്ന്. ഓക്കെ, സോ ഒരു ബ്ലെസ്സിങ് പോലെ ഒന്നുകിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഒരു ക്യാഷ് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് ഓഫർ വരുന്നതായിരിക്കാം. ഓൾറൈറ്റ്, ഇത് നിങ്ങൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന്. ഓക്കെ, സോ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെ റിസീവ് ചെയ്യാൻ, ചില ആളുകൾക്ക് അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ഗിഫ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളോ അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളോ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കാം. ഓക്കെ, സോ ഇന്ന് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫീലിങ്സ്, തോട്ട്സ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, ഓരോ മൊമെന്റ്സ് നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കേണ്ടതായിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇത്ര ദിവസങ്ങളായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ തന്നിട്ടുള്ളത്, അത് ഷിഫ്റ്റ് ആവുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ മേ ബി നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്തത് മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അത് സെക്കൻഡിൽ മാറുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നാച്ചുറലി ചില മാറ്റങ്ങൾ നിങ്ങളുടെ തോട്ട്സിൽ സംഭവിക്കുന്നുണ്ട്. ഒരു പ്ലസന്റ് ആയിട്ടുള്ള തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇന്നത്തെ ഒരു ഗ്രേറ്റ് ബ്ലെസ്സിങ് ആണ്. ഓൾറൈറ്റ്, പാർട്ടിസിപ്പേഷൻ, എക്സാക്ട്ലി ഹാർമണി ആൻഡ് പാർട്ടിസിപ്പേഷൻ. സോ നിങ്ങൾ എന്തൊക്കെയോ ടീമിൽ വരേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ ചില കോംപ്രമൈസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ചില ആളുകളായിട്ടുള്ള കോംപ്രമൈസ് എന്നുള്ള ഒരു സിറ്റുവേഷൻ, അത് ഹെൽത്തി ആയിട്ടുള്ള കോംപ്രമൈസ് ഉണ്ടാവുന്നുണ്ട്. സോ ചില ഈഗോസ് ഒക്കെ മെൽറ്റ് ആവുന്നുണ്ട്, എസ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ, നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, സോ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ കോംപ്രമൈസ് എന്നുള്ള രീതിയിൽ വരുന്നതായിരിക്കാം, അത് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ ചില കാര്യങ്ങൾ പഴയ കാര്യത്തിൽ തന്നെ സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന്ന് ചില കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ദിവസം ഓക്കെ, ലൈക്ക് ലെറ്റ്സ് കോംപ്രമൈസ് എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ട്. ആ ഒരു തോട്ട്സ് നിങ്ങൾക്ക് റെയർ ആയിരിക്കാൻ കണക്ട് ചെയ്യാൻ. ഓക്കെ, സോ ചില കാര്യങ്ങൾ വിട്ട് കളയാനും ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ മേ ബി ലൈക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കാം, മിണ്ടാതിരിക്കുന്ന ആളുകളൊക്കെ നിങ്ങളുടെ അടുത്ത് വന്ന് മിണ്ടുന്നതായിരിക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഡിസ്റ്റൻസ് തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയാ, ഒരു കുട്ടിത്തം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ലെറ്റ്സ് മീറ്റ് അഗെയിൻ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് രണ്ടാളുകളും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ സ്ട്രെസ്സോ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങോ ഒക്കെ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ടുഡേ നിങ്ങളുടെ ആ ഒരു ഈഗോ മെൽറ്റ് ആവുന്നുണ്ട്. കാരണം ഇറ്റ്സ് ലൈക്ക് എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഹാർമണി ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കാം. കോംപ്രമൈസ് ചെയ്യാന്നുള്ളത് മാത്രമല്ല, ഈ ഡേ നിങ്ങൾക്കത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓർ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് ഓർ നിങ്ങളുടെ ലവർ ഓർ നിങ്ങളുടെ ലൈഫിൽ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓക്കെ, സോ നിങ്ങൾ ഇത്ര കാലമായിട്ട് പാസ്റ്റിൽ ആലോചിച്ച് കൂട്ടിയത് ഒന്നും അല്ലാത്തൊരു രീതിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓ മൈ ഗാഡ്, അബൻഡൻസ്. സോ അബൻഡൻസ് അഗെയിൻ ഒരു ഫൈനാൻഷ്യൽ കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം ഫൈനാൻഷ്യലി ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന മൊമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, സോ അത് ഫൈനാൻഷ്യലി മാത്രം എന്നുള്ളതല്ല, നിങ്ങളുടെ മൊമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യത്തിലും ആ ഒരു റിച്ച്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു സമൃദ്ധി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചു, എന്തൊക്കെയോ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ട്.
അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊരു വിസ്റ്റം നിങ്ങൾക്ക് കിട്ടിയതായിരിക്കാം, ഒരു ജ്ഞാനം പോലെ. ഓക്കെ, നിങ്ങൾ എന്തോ മനസ്സിലാക്കി എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മേ ബി ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുന്നതായിരിക്കാം. എസ്പെഷ്യലി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ വരുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കാം. സോ അത് നിങ്ങൾക്ക് തന്നെ അതിശയമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. ആൻഡ് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾക്കും അത് ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. ഓക്കെ, കാരണം നിങ്ങളത് സോൾവ് ചെയ്യുന്നുള്ളത് ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. കാരണം ഇനീഷ്യലി പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മീ, ലൈക്ക് സെക്കൻഡ്സിൽ നിങ്ങൾ അതുപോലത്തെ ചില ഡിസിഷൻസ് എടുക്കുന്നുണ്ട്, ചില കറേജ്. ഓക്കെ, സോ നിങ്ങൾ എന്തോ ഒരു ആക്ഷൻ, ഇറ്റ്സ് ലൈക്ക് ആരെങ്കിലും നിങ്ങളെ അതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വർക്ക് പ്ലേസിൽ ഒരു പ്രോബ്ലം നിങ്ങൾ സെക്കൻഡ്സിൽ സോൾവ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കാം. സോ അതാണ് നിങ്ങൾക്ക് ലൈക്ക് ഓക്കെ സി ഞാൻ എന്താന്നുള്ളത് കാണും, നിങ്ങൾക്ക് തന്നെ ആ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അബൻഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു റിച്ച്നെസ്. ഓൾറൈറ്റ്, സോ ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ഗെറ്റ് റെഡി ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഒരു വീഡിയോ ആയിട്ട് വരുന്ന ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.